വളരെ നിർണായകമായ ഒരു നിരീക്ഷണം ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്ന്, ജഡ്ജിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. കുറ്റകൃത്യം ചെയ്ത അന്നു മുതൽ പോലീസ് പിടിക്കുന്നതുവരെ തെളിവുകൾ താൻ തന്നെ ചുമന്ന് നടക്കുകയായിരുന്നുവെന്ന് പ്രതി അറിഞ്ഞില്ല. വളരെ നിർണായകമാണ്. അതിൽ ഒരുപക്ഷെ കോടതി പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളിൽ ഒന്ന്, സാഹചര്യ തെളിവുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞു. പ്രോസിക്യൂഷൻ അത് ബോധ്യപ്പെടുത്താൻ, കോടതിയെ ബോധ്യപ്പെടുത്താനും കഴിഞ്ഞു. പാരസെറ്റമോൾ കലർത്തി ജ്യൂസ് ചലഞ്ച് നടത്തിയത് തെളിഞ്ഞു. ഇത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോൾ കോടതി 556 പേജുള്ള വിധി പ്രസ്താവം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടുള്ള നിർഭൻ, ആദ്യം തന്നെ അന്വേഷണ സംഘത്തെ മാറിയ കാലത്തിനനുസരിച്ച് പോലീസ് അന്വേഷണ രീതി മാറ്റി. അതാണ് ഏറ്റവും പ്രസക്തമാകുന്നത്. കേരള പോലീസിന് അഭിനന്ദന പ്രവാഹം തന്നെയാണ് ജഡ്ജിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. മാറിയ കാലത്തിനനുസരിച്ച് പോലീസ് അന്വേഷണ രീതി മാറ്റിയിട്ടുണ്ട്. സാഹചര്യ തെളിവുകൾ നന്നായി ഉപയോഗിക്കാൻ കഴിഞ്ഞു. അതാണ് നിർഭൻ നേരത്തെ തന്നെ ഈ വിധി ആദ്യ ദിവസം കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തിയ ദിവസം സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വിനീത് കുമാർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ കേസിൽ ഈ ഷാരോണിൻ്റെ ശരീരത്തിൽ നിന്ന് വിഷം ശരീരത്തിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല, വസ്ത്രത്തിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതാണ് ഏറ്റവും നിർണായകമായ തെളിവ്. പക്ഷേ ശാസ്ത്രീയമായ വൈദഗ്ധ്യത്തോടുള്ള അന്വേഷണത്തിൽ ആ ഉപയോഗിച്ച വിഷം ഇത് തന്നെയാണെന്നും അത് 24 മണിക്കൂറിനകം ആ വിഷം ഇവാപ്പറേറ്റായി പോകുമെന്നും കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു. സാഹചര്യ തെളിവുകൾ, ശാസ്ത്രീയ തെളിവുകൾ, സാക്ഷിമൊഴികൾ എല്ലാം ഈ ഗ്രീഷ്മയ്ക്കെതിരായിരുന്നു. പോലീസ് വധശ്രമം പോലീസ് ചുമത്തിയിരുന്നില്ല എന്നുള്ള കാര്യങ്ങൾ കൂടി. ഏതായാലും പാരാസെറ്റമോൾ കലർത്തി ജ്യൂസ് ചലഞ്ച് നടത്തിയത് തെളിയിക്കാനായി ഇപ്പോൾ കോടതി പറയുകയും ചെയ്തിരിക്കുന്നു. നിർഭൻ, തുടരാം. അതുതന്നെയാണ് ഏറ്റവും നിർണായകമായ കാര്യം സിജു. ഈ കുറ്റകൃത്യത്തിന് ശേഷം പ്രതി തന്നെ ഈ തെളിവുകളും ചുമന്നുകൊണ്ട് നടക്കുകയായിരുന്നു. പ്രതി ഇക്കാര്യം അറിഞ്ഞിരുന്നില്ല എന്നതാണ്. ശാസ്ത്രീയമായി ഈ കുറ്റകൃത്യം ചെയ്ത ശേഷം ആദ്യം ശാസ്ത്രീയമായി ഈ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ തെളിവുകൾ നശിപ്പിക്കാനുള്ള ശ്രമം ഗ്രീഷ്മ തന്നെ നടത്തിയിരുന്നു. ഗ്രീഷ്മ ഈ കൊലപാതകം സംബന്ധിച്ച് ആസൂത്രണം നടത്തിയപ്പോൾ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നെറ്റിൽ ഇത് സെർച്ച് ചെയ്ത് നോക്കിയിരുന്നു. തുടർന്ന് ഈ വിഷം എങ്ങനെ ഈ ഷാരോണിന് നൽകാം, അത് കഷായത്തിൽ കലർത്തി നൽകാനുള്ള എങ്ങനെയാണ് ഷാരോണിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുക. അതിൻ്റെ തലേ ദിവസം രാത്രി, ഈ കുറ്റകൃത്യം നടക്കുന്നതിന് തലേ ദിവസം രാത്രി ഷാരോണുമായി 3.5 മണിക്കൂറോളം ഫോണിൽ ഗ്രീഷ്മ സംസാരിച്ചിട്ടുണ്ട്. അതിൽ പലതരത്തിലുള്ള മെസ്സേജ് അയച്ചിട്ടുണ്ട്, പലതരത്തിലുള്ള പ്രലോഭനങ്ങൾ നൽകുന്നുണ്ട്. ഏറ്റവും ചില പുതിയ വിവരങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ട്. കോടതി വിധി പ്രസ്താവനത്തിൽ പറഞ്ഞ ചില കാര്യങ്ങൾ കൂടി. ഷാരോണുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത് തെളിഞ്ഞു. ഗ്രീഷ്മ വിവാഹം ഉറപ്പിച്ചതിന് ശേഷമാണ് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടത് എന്നുള്ള കാര്യങ്ങൾ കൂടി കോടതി ഇപ്പോൾ വിധി പ്രസ്താവത്തിൽ പറയുകയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, 3-ാം മാസത്തിലാണ് ഗ്രീഷ്മയുടെ, അതായത് 2022 3-ാം മാസം 4-ാം തീയതിയാണ് ഗ്രീഷ്മ മറ്റൊരു യുവാവുമായിട്ടുള്ള വിവാഹ നിശ്ചയം നടക്കുന്നത്. അതിനുശേഷമാണ് ഒക്ടോബർ മാസത്തിലാണ് ഒക്ടോബർ മാസം 14-ാം തീയതിയാണ് ആദ്യമായി കഷായത്തിൽ വിഷം കലർത്തി കൊടുക്കുന്നത്. 25-ാം തീയതി 11 ദിവസത്തെ വലിയ ദുരിതാവസ്ഥയ്ക്ക് ശേഷം മരണത്തോട് മല്ലിടുകയും ചെയ്യുന്നു. ഇതിന് ശേഷമാണ്, അതായത് ഈ യുവാവുമായി, സൈനികനായ യുവാവുമായി വിവാഹ ഉടമ്പടി നിശ്ചയം നടത്തിയതിന് ശേഷമാണ് ഈ ലൈംഗിക ബന്ധത്തിലടക്കം ഏർപ്പെട്ടത് എന്നുള്ള കാര്യങ്ങൾ കോടതി ഇപ്പോൾ എടുത്ത് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. നിർഭൻ. സിജു, അത് തന്നെയാണ്. ഈ വിവാഹം ഉറപ്പിച്ച ശേഷം, സൈന്യ ഉദ്യോഗസ്ഥനുമായി വിവാഹം ഉറപ്പിച്ച ശേഷമാണ് ഷാരോണിനെ ഒഴിവാക്കാൻ ഗ്രീഷ്മ തീരുമാനിച്ചത്. അതിൽ നിർണായകമായ ഒരു കാര്യം കൂട്ടിച്ചേർക്കേണ്ടതാണ് ഇപ്പോൾ സിജു പറഞ്ഞത്. ഈ പറഞ്ഞ സൈന്യ ഉദ്യോഗസ്ഥനുമായി വിവാഹം ഉറപ്പിച്ച ശേഷം ഈ ഷാരോനുമായി ലൈംഗിക ബന്ധത്തിൽ ഗ്രീഷ്മ ഏർപ്പെട്ടു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഈ പ്രലോഭനം എന്ന് പറയുന്ന കാര്യം പലതരത്തിൽ ഷാരോണിനെ അപ്പോൾ തന്നെ ഒഴിവാക്കാൻ തീരുമാനിച്ചിരുന്നു. ഏതെല്ലാം അർത്ഥത്തിൽ ഷാരോണിൻ്റെ വിശ്വാസം പിടിച്ചു വരുത്തുക, വീട്ടിലേക്ക് വിളിച്ചു വരുത്തുക, അതിനു മുമ്പ് തന്നെ ജ്യൂസ് ചലഞ്ച് നടത്തിയ അതിനകത്ത് പാരസെറ്റമോൾ ഗുളികയിട്ട് നൽകുന്നു. അപ്പോൾ തന്നെ വധത്തിനു വേണ്ടിയുള്ള ശ്രമം, കൊലപ്പെടുത്താനുള്ള ശ്രമം ആരംഭിച്ചു. അതിനുശേഷം ഈ പ്രലോഭനം എന്ന് പറയുന്ന കാര്യത്തിൽ വീട്ടിലേക്ക് സൈനികനുമായി വിവാഹം ഉറപ്പിച്ച ശേഷവും ഷാരോണിനെ ഒഴിവാക്കാൻ തീരുമാനിച്ച ശേഷവും ഷാരോനുമായി ലൈംഗിക ബന്ധത്തിൽ ഗ്രീഷ്മ ഏർപ്പെട്ടു എന്ന തരത്തിലുള്ള തെളിവുകൾ കൂടി കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ആസൂത്രിതമായി ഒരു കുറ്റവാളി വളരെ ബോധപൂർവം എങ്ങനെയാണ് തൻ്റെ കമിതാവിനെ കൊലപ്പെടുത്താൻ വേണ്ടി ഏതു മാർഗവും സ്വീകരിച്ചു എന്നതാണ് കോടതിയിൽ പ്രോസിക്യൂഷൻ അറിയിച്ചിട്ടുള്ളത്. ഈ പ്രോസിക്യൂഷൻ്റെ വാദങ്ങൾ മുഖങ്ങൾ എല്ലാം തന്നെ കോടതി തെളിവുകളായി പ്രഥമ ദൃഷ്ട്യാ തന്നെ അംഗീകരിക്കപ്പെട്ടു എന്നതാണ്. അതുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസമുള്ള MA ലിറ്ററേച്ചറുകാരിയായിട്ടുള്ള വലിയ തരത്തിൽ വിദ്യാഭ്യാസവും വിവരമുള്ള ഒരു പെൺകുട്ടി വളരെ ചെറുപ്പത്തിൽ തന്നെ വിശ്വസിച്ച ഒരു കമിതാവിനെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി വിവാഹം ഉറപ്പിച്ച ശേഷം, സൈനികനുമായി വിവാഹം ഉറപ്പിച്ച ശേഷം ഇദ്ദേഹത്തെ ഷാരോണിനെ ഒഴിവാക്കാൻ തീരുമാനിക്കുന്നു. അതിന് ഒഴിവാക്കുന്നതിന് വളരെ പ്രസക്തമായ ചില കാര്യങ്ങൾ വിധി പ്രസ്താവത്തിൽ കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. പ്രതിക്ക് 24 വയസ്സെന്നാണ് അഭിഭാഷകൻ വാദിച്ചത്. പ്രതിയുടെ അഭിഭാഷകൻ, ഷാരോൺ വല്ലാത്ത പ്രണയത്തിൻ്റെ അടിമയായിരുന്നു.
ഷാരോൺ ജീവിച്ചിരുന്നെങ്കിലും 24 വയസ്സാകുമായിരുന്നു. വളരെ പ്രസക്തമാണ് ആ ചോദ്യം, കോടതിയുടെ ആ നിരീക്ഷണം. പ്രതിക്ക് 24 വയസ്സേ ഉള്ളൂ എന്നാണ് പ്രതിഭാഗം വാദിച്ചത്, അതുകൊണ്ട് ശിക്ഷാ ഇളവ് വേണം. അവിടെ കോടതി പറയുന്നു ഷാരോൺ ജീവിച്ചിരുന്നെങ്കിലും 24 വയസ്സാകുമായിരുന്നു. രണ്ടുപേർക്കും ഒരേ പ്രായം, വല്ലാത്ത പ്രണയത്തിൽ അടിമയായിരുന്നു ഷാരോണിന് അഗാധമായ പ്രണയമായിരുന്നു ഈ ഗ്രീഷ്മയോട് ഉണ്ടായിരുന്നത്. അതിലേറ്റവും പ്രസക്തമാണ് നേരത്തെ കോടതി ചൂണ്ടിക്കാട്ടിയ കാര്യം, അതായത് സൈനികനുമായി വിവാഹം ഉറപ്പിച്ച ശേഷവും ഷാരോണുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് പറയുന്നത്. മരിക്കാൻ കിടക്കുമ്പോഴും ഷാരോൺ ഗ്രീഷ്മയെ സ്നേഹിച്ചിരുന്നു. ഷാരോണിന് പരാതിയുണ്ടോ ഇല്ലയോ എന്നത് പ്രസക്തമല്ല. അതാണ് കഴിഞ്ഞ മരണമൊഴി നൽകിയപ്പോൾ പോലും തനിക്ക് കുടിക്കാൻ കഷായം നൽകിയിരുന്നു, പക്ഷേ ഗ്രീഷ്മ തന്നെ കൊല്ലാൻ അപായപ്പെടുത്താൻ വേണ്ടി ശ്രമം നടത്തുമെന്ന് കരുതുന്നില്ല എന്ന് പറഞ്ഞ് മരണമൊഴി നൽകിയ ഷാരോണിൻ്റെ മരണമൊഴി അടക്കം ഇപ്പോൾ കോടതി പറയുകയാണ്. കുറ്റകൃത്യം നടന്നത്, ശിക്ഷ ഉറപ്പാക്കേണ്ടത് സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്വമാണ്. അതാണ് പ്രസക്തം. ഷാരോണിന് പരാതി ഉണ്ടോ ഇല്ലയോ എന്നതല്ല. ഇത് ഒരു കുറ്റം നടന്നാൽ കുറ്റത്തിന് ഉത്തരവാദിയായ കുറ്റവാളിക്ക് ശിക്ഷ ഉറപ്പാക്കേണ്ടത് സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്വമാണ് എന്നാണ് ഇപ്പോൾ കോടതി പറയുകയും ചെയ്തിരിക്കുന്നത്. നൃപൻ, സിജു, ഈ ഷാരോണിനെ സംബന്ധിച്ച് കോടതി വ്യക്തമായ നിരീക്ഷണം ഈ അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ്. ഷാരോൺ പ്രണയത്തിന് പൂർണ്ണമായി അടിമയായിരുന്നു, ഗ്രീഷ്മയെ പൂർണ്ണമായി വിശ്വസിച്ചിരുന്നു. അവസാനം കുറ്റം നടന്ന ശേഷവും ഈ പറഞ്ഞ വിഷം നൽകിയ ശേഷവും അവസാനത്തെ മരിക്കാൻ കിടക്കുമ്പോൾ പോലും ഷാരോൺ ഗ്രീഷ്മയെ സ്നേഹിച്ചിരുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ ഷാരോണിന് പരാതി ഉണ്ടോ ഇല്ലയോ എന്ന കാര്യം ഇവിടെ പ്രസക്തമല്ല. ഇക്കാര്യത്തിൽ വലിയൊരു ക്രൈം നടന്നിരുന്നു എന്ന കണ്ടെത്തലാണ്. അത് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ കോടതിയിൽ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു തരത്തിലുള്ള ഇളവും ഇക്കാര്യത്തിൽ ഉണ്ടാകില്ല എന്ന സൂചന കൂടി മജിസ്ട്രേറ്റിൻ്റെ മൊഴിയിലുണ്ടാകുന്നു. മാത്രമല്ല ഇക്കാര്യത്തിൽ പ്രലോഭനം, തട്ടിക്കൊണ്ടുപോകൽ എന്ന പ്രലോഭനത്തിൽ ഏറ്റവും നിർണായകമായ ഒരു കാര്യം പറയുന്നത് ജ്യൂസിൽ എന്തോ ആദ്യഘട്ടത്തിൽ തന്നെ സെക്സ് ചെയ്യാം, അതായത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം എന്ന തരത്തിൽ പ്രലോഭിപ്പിച്ചാണ് പറഞ്ഞാണ് ഈ ഷാരോണിനെ തലേദിവസം രാത്രി ഈ മൊബൈൽ വഴി ഈ സംസാരത്തിലെല്ലാം മെസ്സേജിലെല്ലാം പറയുന്നത്. അങ്ങനെയാണ് വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നത്. ജ്യൂസിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് ഷാരോണിന് ആ ഘട്ടത്തിൽ അറിയാമായിരുന്നു. പക്ഷേ പലതരത്തിൽ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് വിശ്വസിപ്പിക്കുകയായിരുന്നു. പ്രണയത്തിന് അടിമയായ ഷാരോണിനെ, നിഷ്കളങ്കമായി ഗ്രീഷ്മയെ സ്നേഹിച്ചിരുന്ന ഷാരോണിനെ പലതരത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് ബോധപൂർവം തെറ്റിദ്ധരിപ്പിച്ച് ഈ വിഷം, കഷായത്തിൽ കലർത്തിയ വിഷം നൽകുകയായിരുന്നു. ആ പ്രലോഭനമാണ് ഈ കേസിൽ നിർണായകമായത്. നേരത്തെ പബ്ലിക് പ്രോസിക്യൂട്ടറും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറും ഈ കേസിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞതും അത് തന്നെയാണ്. തട്ടിക്കൊണ്ടുപോകൽ, പ്രലോഭിപ്പിക്കൽ, അങ്ങനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തൽ. തമിഴ്നാട്ടിലെ പളുകൽ ഈ പ്രദേശത്തേക്ക്, ഈ പറഞ്ഞ താമസിക്കുന്ന സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തുന്നതുമായി ബന്ധപ്പെട്ട എങ്ങനെയാണ് ഗൂഢാലോചന നടന്നത്, കുറ്റകൃത്യത്തിൻ്റെ മുഴുവൻ മുൻകൈയും എങ്ങനെയാണ് ഗ്രീഷ്മ എടുത്തത്, അതിലേക്ക് ഷാരോണിനെ എങ്ങനെയാണ് കൊണ്ടുചെന്ന് എത്തിച്ചത്, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ശാസ്ത്രീയമായി അന്വേഷണ സംഘത്തിന് കോടതിയിൽ തെളിയിക്കാനായി. പ്രോസിക്യൂഷൻ്റെ വാദം ഇക്കാര്യത്തിൽ കോടതി അംഗീകരിക്കുകയും ചെയ്തു. അങ്ങനെ ലൈംഗിക ബന്ധത്തിന് വേണ്ടി പ്രലോഭിപ്പിച്ച് വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയാണ് ആ കഷായത്തിൽ വിഷം കലർത്തി നൽകുന്നത് എന്ന തരത്തിലുള്ള നിർണായകമായ തെളിവ് കൂടി പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഗ്രീഷ്മ ഈ ഘട്ടത്തിൽ, ഈ പല ഘട്ടങ്ങളിൽ ഈ ജ്യൂസ് വിഷം കലർത്തി കൊടുക്കുമ്പോഴും ഗുളിക കലർത്തി കൊടുക്കുമ്പോഴും ഒക്കെ തന്നെ ഷാരോണിന് ഇതിൽ രുചിക്ക് വ്യത്യാസമുണ്ട് എന്ന തരത്തിലുള്ള അസ്വസ്ഥത പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ ഗ്രീഷ്മ ഈ കാര്യങ്ങളിലെല്ലാം പറഞ്ഞ് വിശ്വസിപ്പിച്ചത് കുടിപ്പിച്ചു എന്ന തരത്തിലുള്ള കണ്ടെത്തൽ കൂടി ഇക്കാര്യത്തിലുണ്ട്.